അസ്സലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണ്. അതും സാധാരണ നമ്മളെ വീടുകളിൽ കാണുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ 2 ഇൻഗ്രീഡിയൻസ് എന്നാ നോക്കാം. മുട്ട, പഞ്ചസാര, ഇതാണ് 2 ഇൻഗ്രീഡിയൻസ്. 1 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ചെറിയ തീയിൽ കാരമൽ ചെയ്തെടുക്കാം. വെറും പഞ്ചസാര മാത്രം ഇട്ടിട്ടാണ് കാരമൽ ചെയ്യുന്നത്. വെള്ളമൊന്നും ഇട്ടിക്കുന്നില്ല ഇതിലേക്ക്. കുറച്ച് ടൈം എടുക്കും കാരമലായി വരാൻ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, കാരമലായി വരുന്നുണ്ട്. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇന്നൊരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാകാൻ ഏകദേശം 5 മിനിറ്റ് എടുത്ത് ഇതിന് പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. പുഡിങ്ങിന് പാത്രം എടുക്കുമ്പോൾ എന്നത് കട്ടി കുറഞ്ഞ പാത്രമായിരിക്കാം എടുക്കാൻ. അത് നിങ്ങൾക്ക് സ്റ്റീലോ അലൂമിനിയോ ഏത് വേണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം മാത്രമേ വേണ്ടൂ. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ എഗ് ബീറ്റർ എടുത്തിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങളടുത്ത് ഹാൻഡ് ബീറ്ററാണ് ഉള്ളെങ്കിൽ അതിനോടും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോർക്കായാലും മതി. ഫോർക്കൊക്കെ ആകുമ്പോൾ കുറേ സമയം എടുക്കും. എഗ് ബീറ്റർ ആകുമ്പോൾ പെട്ടെന്നാവും. പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറവാണ് വേണമെങ്കിൽ പഞ്ചസാര കുറച്ചെടുത്താൽ മതി. തുള്ളി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് മുട്ടൻ്റെ മണമില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതായിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ബീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ കുറച്ച് ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. ഇങ്ങനെ നല്ല ലെവലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ എയർ ഉണ്ടാവും. ഒന്ന് ഇങ്ങനെ ഒന്ന് ഒലിക്കാൻ മതി. സെറ്റ്. ഇനി ഇത് ആവിച്ചെമ്പിലേക്ക് മാറ്റാം. വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ പുഡിംഗ് പാത്രം വെച്ച് കൊടുക്കാം. ഒരു മൂടി എടുത്തിട്ട് അടച്ചു കൊടുക്കണം. അടച്ചിട്ടില്ലെങ്കിൽ ആവി അതിലേക്ക് ഇട്ടു. 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തുറന്നു നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആയുള്ളത് ഇതുപോലത്തെ ഒരു പുള്ളി എടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പുഡിംഗ് ആയിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. എല്ലാം ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ മേലെ കമിഴ്ത്തി എടുക്കാം. പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലത്തെ പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.